നമ്മൾ പഴയ കാലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പഴമക്കാരായ ആളുകൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഓരോ സമയത്തും അവരുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക എല്ലാ മേഖലയിലും ലാംഗ്വേജ്, ഭാഷാപരമായ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിലേറ്റവും പ്രധാനമായിട്ട് പഴയകാലത്തെ ആളുകൾ അവർക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പ്രകൃതിയിലുള്ള മൃഗങ്ങളെയും പൂമ്പാറ്റകളെയും പൂച്ചകളെയും തുടങ്ങിയിട്ടുള്ള വസ്തുക്കളെ കാണിച്ചുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുന്ന രീതികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് നഷ്ടപ്പെട്ടു. ഇതെന്തിനാ ഇവിടെ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ അടുത്തൊരു 5-6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പരിചയപ്പെടാൻ ഇടയായി. ആ കുട്ടി സംസാരം വളരെ വൈകിട്ടാണ് സംസാരിച്ചത്. സംസാരം വളരെ വൈകിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ പഠനപരമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ കുട്ടിയിൽ സംസാരം ഡിലേ ആണ്. സ്വാഭാവികമായിട്ടും സംസാരം തുടങ്ങിയത് 3, 3.5, 4 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും സംസാരത്തിൽ പ്രശ്നം കാണുന്നുണ്ട്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ വിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ അത് വലുതാകുമ്പോൾ ആ കുട്ടിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായിത്തീരുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ മനസ്സിലാക്കിയപ്പോൾ പഠനപരമായിട്ട് താഴെ ലെവലിൽ നിൽക്കുന്ന, 0 ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ കുട്ടിയുടെ സംസാരശേഷിയിൽ, സംസാരത്തിലൊക്കെ പ്രോബ്ലങ്ങൾ കാണുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞ് സംസാരിക്കേണ്ട ഏജ്, പ്രായം, വാക്കുകൾ ഉച്ചരിക്കേണ്ടത്, വേർഡുകൾ ഉച്ചരിക്കേണ്ടത്, സെൻറ്റൻസുകളായി പറയേണ്ട പ്രായം, അതിനൊരു നാഴികക്കല്ലുണ്ട്. സ്പീച്ച് ഡെവലപ്മെൻറ്റ് അഥവാ സംസാരത്തിൻ്റെ വികാസത്തിൻ്റെ ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം 1 വയസ്സ്, 1.5 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ 2 അക്ഷരവും 3 അക്ഷരവും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ വാക്കുകൾ പറയുന്ന ലെവലിലേക്ക് മാറും. ഒരു 2-2.5 വയസ്സാകുമ്പോൾ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന ഏരിയ വരാറുണ്ട്. പക്ഷേ 3-4 വയസ്സായിട്ടും സംസാരിക്കാത്ത, അഥവാ സംസാരശേഷി ഇല്ല എന്നതുകൊണ്ടല്ല, വാക്കുകൾ കൃത്യമായിട്ടോ സെൻറ്റൻസുകളായിട്ടോ പറയാത്ത കുട്ടികളെ കാണാറുണ്ട്. ഇതിന് പ്രധാനമായി ഇപ്പോൾ കണ്ടുവരുന്നത് വീടുകളുടെ പശ്ചാത്തലത്തിൽ അവർക്ക് സംസാരിക്കാൻ, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല എന്നാണ്. അവർ സംസാരിക്കുന്നത് ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോഴാണെങ്കിൽ പോലും അവർ സംസാരം മനസ്സിലാക്കുന്ന പ്രായം എത്രയോ നേരത്തെ തുടങ്ങുന്നുണ്ട്. ഈ വീട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ ആളുകൾ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനും അവരുടെ സംസാരം കേൾക്കാനും അവസരമുണ്ടായിരുന്നു. പരിചിതമായ വസ്തുക്കളെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂമ്പാറ്റയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും ഫ്ലവറുകളെക്കുറിച്ചും എല്ലാം അത് ചൂണ്ടിക്കാണിച്ച് ഇത് ഫ്ലവറാണ്, പൂമ്പാറ്റയാണ്, പൂവാണ് എന്നൊക്കെ പറയുന്ന, അത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൊട്ടിലയിൽ വെച്ചുകൊണ്ട് പോലും കുട്ടികളുടെ സംസാര ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഏജ്, സ്റ്റേജാണ്. അതൊക്കെ കിട്ടാത്തത് കൊണ്ട് അവരുടെ സമയം അത് ഡിലേ സംഭവിക്കാറുണ്ട്. രക്ഷിതാക്കൾ കുട്ടികളുടെ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് കഥ പറഞ്ഞു കൊടുക്കണം, നിരന്തരം കഥ പറയണം. അവരുടെ ഓഡിറ്ററി കോർട്ടക്സിൽ കേൾക്കുന്നത് മുഴുവൻ റെക്കോർഡാണ്. ഒരുപാട് കേൾക്കുന്ന കുട്ടിക്ക് ഒരുപാട് പറയാൻ കഴിയും. ചിലപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടും ടീച്ചേഴ്സ് പറയാവുന്ന പരാതിയാണ്, കുട്ടി ഒന്നും പറയുന്നില്ല. കുട്ടി പറയണമെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? അത് കിട്ടണമെങ്കിൽ വീട്ടിലെ സാഹചര്യത്തിൽ അവർ കഥ കേൾക്കണം, കഥ പറയണം, കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം, അവർ സംസാരിപ്പിക്കണം. ഇതിൽ ഡിലേ സംഭവിക്കുന്നുവെങ്കിൽ കുട്ടിയിൽ പഠനപരമായി ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് സമയത്താണോ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് വരുന്നതിന് പാകപ്പിഴവ് സംഭവിക്കുന്നത്, ആ സ്പോട്ടിൽ അതിന് തിരുത്തൽ വേണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ 5 മാസമുള്ള കുട്ടിയെ അവൻ്റെ 2 കൈ പിടിച്ചൊന്ന് ഉയർത്തി നോക്കുക. അവൻ്റെ കഴുത്ത് ചിലപ്പോൾ ഉറച്ചിട്ടുണ്ടാവില്ല. നമ്മളത് അവഗണിക്കും. യഥാർത്ഥത്തിൽ 3-4 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ കഴുത്ത് ഉറക്കണമെന്നാണ്. 5-6 വയസ്സായിട്ടും ഉറക്കുന്നില്ലെങ്കിൽ അവൻ്റെ ബുദ്ധിപരമായ വളർച്ചയിൽ പ്രയാസം അനുഭവപ്പെട്ടത് കൊണ്ടാവാം അത് സംഭവിക്കുന്നുണ്ടാകാം. ഓരോ വളർച്ചയിലും ഓരോ നാഴികക്കല്ല് എന്ന് പറയുന്ന ഓരോ സ്റ്റേജുകളുണ്ട്. സംസാരത്തിൻ്റെ ഇടുന്നുണ്ട്, കഴുത്തുറക്കുന്നതിനുണ്ട്, ബുദ്ധി ഇടുന്നുണ്ട്, വൈകാരികതയുടെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇതിൽ ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ആ സമയത്ത് തിരുത്തുന്നത് കുറച്ച് പ്രയാസപ്പെട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സംസാരത്തിലായാലും നടത്തത്തിലായാലും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സംസാരവും നടത്തവും ഡിലേ വൈകുന്നുണ്ട് എന്ന കാര്യം രക്ഷിതാക്കൾ മറക്കരുത്.
കാരണം അവർ കൂടുതൽ ടൈമും ടാബിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാനോ ഇടപെടാനോ ആളുകളില്ലാത്തത് കൊണ്ട് കൂടുതൽ സമയവും അവർ ഈ മേഖലയിൽ ഒതുങ്ങുന്നത് കൊണ്ട് സംസാരത്തിലും അതുപോലെ നടത്തത്തിലും ഡിലേ സംഭവിക്കുന്നു. അത് അവരുടെ പഠനത്തിനെയും അവരുടെ പെരുമാറ്റത്തിലെയും അവരുടെ ബുദ്ധി വളർച്ചയെയും ചിലപ്പോൾ പ്രതികൂലമായി ബാധിച്ചേക്കാം. അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വീട്ടിൽ ചെയ്തു കൊടുക്കേണ്ടത്, ഒന്ന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുക, കഥകൾ കൂടുതൽ പറഞ്ഞു കൊടുക്കുക, അവരുമായി ഇടപെട്ടുകൊണ്ടിരിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, കഥ പറയിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു കൊടുത്താൽ സംസാരം നേരെയാവുകയും അതുപോലെ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അക്ഷരങ്ങളൊക്കെ മറ്റോ കിട്ടാതെ വരുന്നുവെങ്കിൽ ഒരു ENT ഡോക്ടറെ കാണിച്ചുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവൻ്റെ ശാരീരികമായ ഭാഷാപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഫാമിലി ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.